അപ്പോൾ ഇന്ന് നമുക്കൊരു അയല കറി വെക്കാം. അയല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അയലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 3-4 ചുവന്നുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പില, ഉള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 പുളി ഞാൻ വെള്ളത്തിലിടുകയാണ്. ഇത് ചൂടുവെള്ളത്തിനകത്താണ്, ഞാൻ തിളപ്പിച്ച വെള്ളത്തിനകത്താണ് ഞാൻ ഇടുന്നത്. ചട്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കും. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇത് കാശ്മീരി പൊടിയാണ്. കാശ്മീരി പൊടി ഞാൻ കൂടുതൽ ചേർത്തിട്ട് എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്തു. അത് ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ചു കൊടുക്കാം. മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് അത് തിളയ്ക്കാൻ സമയം കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മീനിട്ട് കൊടുക്കണം. ഇനി ഇതിനെ അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ആദ്യം ഒന്ന് ഇതിനെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം.
ഫ്ലെയിം ഓഫ് ചെയ്യാം.